Good morning, students. Last class we discussed distance and displacement. Now, this is basic term. This is the class we discussed. Now, Adityan K. What is distance? Distance and displacement is what? Amal KP. Distance and displacement എന്താണെന്ന് പറഞ്ഞേ. അഞ്ജന കെ. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? Adul TV. Adul. It is the length of the actual path covered by a body. Good. Distance. Displacement or? Shortest distance between initial and final position. Very good. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. ഡിസ്റ്റൻസ് സ്കേലാർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അല്ലേ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റും മീറ്റർ ആണ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഡിസ്പ്ലേസ്മെന്റിന് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു അല്ലെ? ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റിന് ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് പറയാം. നമ്പർ 240 240 27 ഗീതിക. എന്താണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ? അനുശ്രീ, എന്താണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. ഗുഡ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ആണ്. അതിന്റെ ഡയറക്ഷനും കൂടി ഒന്ന് പറയൂ. അനാമിക, എന്താണ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ both positive and negative. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റിലേക്കാണ് അല്ലെ? ഡയറക്ഷൻ ഈസ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ പോയിന്റ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും സിമ്പൽ ഉപയോഗിക്കുന്നുണ്ടോ? വെക്ടർ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലസും മൈനസും ആണ്. കാരണം നമ്മൾ പഠിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ രണ്ട് ഡയറക്ഷനേ ഉള്ളൂ. അപ്പൊ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും കൊടുക്കും. അങ്ങനെയാണ് പോസിറ്റീവും നെഗറ്റീവും വരുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അതിൽ പറഞ്ഞ അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അതല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. അപ്പൊ ഇനി അതിന്റെ ലാസ്റ്റ് നോട്ട് NOTE നോട്ട്. രണ്ട് പോയിന്റുകൾ, രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്നാമത്തത്, ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു the magnitude of displacement. Distance എപ്പോഴും greater than അല്ലെങ്കിൽ equal to the magnitude of displacement. അപ്പൊ എന്താണ് അത് ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് ഇതാണ്, ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസിന്റെ വാല്യൂ എപ്പോഴും greater than or equal to the magnitude of displacement. Magnitude of displacement. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ തന്നെയാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാ, ശ്രദ്ധിക്കുക. ഇപ്പൊ ഫസ്റ്റ് ഫിഗറിൽ റൈറ്റ് സൈഡ് ഉള്ള ഫസ്റ്റ് ഫിഗർ, അതിൽ ഞാൻ ഇങ്ങനെ റീഡിങ് മാർക്ക് ചെയ്യാം. സോറി, ഇത് എക്സ് ആക്സിസ് ആണ്, അവിടെ വാല്യൂസ് മാർക്ക് ചെയ്യാം. അപ്പൊ ഇനി ഞാൻ എടുക്കുന്നത് ഒരു ഒബ്ജക്റ്റ് 1 എന്നുള്ള പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
എന്നിട്ട് 4-ലെത്തി. ഒരു ഒബ്ജക്റ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബിയിലെത്തി. ബി എന്ന് പറഞ്ഞാൽ ഏതാ ലൊക്കേഷൻ? 4ന്റെ ലൊക്കേഷനാണ്. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഓക്കെ, ഗുഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസ് ഒന്നും നോക്കാനില്ല, ലെങ്ത് നോക്കിയാൽ മതി. 1 മുതൽ 4 വരെ എത്രയാ ദൂരം? 3 ആണ്, 3 മീറ്റർ അല്ലേ? ഇനി ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം x2 മൈനസ് x1 ആണ്. x2 ഏതാണ്? 4 ആണ്, x1 1 ആണ്. അപ്പൊ 4 മൈനസ് ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോ നമ്മൾ പറഞ്ഞു ഡയറക്ഷനും കൂടി കാണിക്കണം. ഡയറക്ഷൻ എവിടെയാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റ്. അപ്പൊ ഏത് ഡയറക്ഷൻ ആണ്? പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈനും കൂടി കൊടുക്കണം, പ്ലസ്. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, ഇനി നമ്മൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ നോക്കൂ. താഴെ നമ്മൾ എഴുതിയ ഇക്വേഷൻ ഡിസ്റ്റൻസ് നമ്മൾ എന്താ ഇപ്പൊ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്? ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇവിടെ ആ ഈക്വൽ എന്നുള്ളതാണ് വന്നത്. ഡിസ്റ്റൻസും 3 ആണ്, ഡിസ്പ്ലേസ്മെന്റും 3 ആണ് അല്ലേ? ഇനി രണ്ടാമത്തെ ഒരു കേസ് നോക്കാം. രണ്ടാമത്തെ ഫിഗർ നോക്കുക. രണ്ടാമത്തെ ഫിഗറിൽ ഞാൻ വീണ്ടും ഈ എക്സ് ആക്സിസിലെ പൊസിഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ്. 0 1 2 3 4 5. ഇവിടെ ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് 2 വന്നു. 1 സ്റ്റാർട്ട് ചെയ്തു, മൈക്ക് ഓഫ് ആക്കി വെക്കുക. 1 സ്റ്റാർട്ട് ചെയ്തു, 4-ലെത്തി, എന്നിട്ട് തിരിച്ചു വന്നു, 2-ലേക്ക് എത്തി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പറയാം അല്ലേ? ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്റ്റൻസ് 5. ഡിസ്റ്റൻസ് 5 ആണ് അല്ലേ? കാരണം 1 2-ലേക്ക് 1, 3-ലേക്ക് 1, 4-ലേക്ക് 1, തിരിച്ച് 3-ലേക്ക് 1, 2-ലേക്ക് 1 അല്ലേ? അപ്പൊ 5 ആണ്. ഡിസ്പ്ലേസ്മെന്റോ? x2 അല്ലേ? ഡയറക്ഷനും കൂടി കൊടുക്കണം. എവിടുന്ന് എങ്ങോട്ടാ വരിക? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആകണോ? നെഗറ്റീവ് ആകുമോ? ഒന്നുകൂടെ നോക്ക്. എന്ന് ബിയിലേക്കല്ലേ വരിക? സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റിലേക്ക്. അപ്പൊ എന്ന് ബിയിലേക്ക് ഡയറക്ഷൻ വരച്ച ഏത് ആക്സിസ് ആണ്? പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ പ്ലസ് അല്ലേ വരിക അല്ലേ? ഇനി വീണ്ടും നോക്കിയാൽ നമ്മളെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ നോക്കൂ. ഇവിടെയും ഏതാ കൂടുതൽ? ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ പറയാം, ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഇനി മൂന്നാമത്തെ ഫിഗർ ഒന്ന് നോക്കാം. മൂന്നാമത്തെ ഫിഗറിൽ ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 സ്റ്റാർട്ട് ചെയ്യാം. 0 സ്റ്റാർട്ട് ചെയ്തിട്ട് 1 പോയിട്ട് നേരെ തിരിച്ച് -1-ലെത്തി. അപ്പൊ AB അല്ലെ? അപ്പൊ പറയൂ, ഡിസ്റ്റൻസ് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ഡിസ്റ്റൻസ് 3, ഡിസ്പ്ലേസ്മെന്റ് -1 3 ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 അല്ലെ? x2 എത്രയാണ്? -1. x1 0 ആണ്. അപ്പൊ -1 - 0 എത്രയാ വരിക? -1 ആണ്. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക. അപ്പൊ ഈ നെഗറ്റീവ് മൈനസ് വരാനുള്ള കാരണം എന്താ? ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് എൻഡിങ് പോയിന്റിലേക്ക്. അപ്പൊ എന്ന് ബിയിലേക്ക് വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടാ വരിക? ലെഫ്റ്റിലേക്കാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈന് വന്നത്. ഓക്കെ, ഇനി വീണ്ടും നമ്മളെ ക്രൈറ്റീരിയ നോക്കുക. ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് എത്രയാണ്? 3 അല്ലെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? -1 ഡിസ്പ്ലേസ്മെന്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് 1 ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ -1-ല്
മൈനസ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? Direction. സൂചിപ്പിക്കുന്നതാണ് അല്ലേ? -1 ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ്. ഈ 1 ആണ് മാഗ്നിറ്റ്യൂഡ്. പിന്നെ അവിടെ ഒരു യൂണിറ്റും കൂടി ഉണ്ടാവും, മീറ്റർ. അത് നമ്മൾ തൽക്കാലം എഴുതിയില്ല. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ആ സൈൻ എടുക്കണ്ട, കാരണം സൈന് നമ്മൾ ഉദ്ദേശിച്ചത് ഡയറക്ഷനെയാണ്. അപ്പൊ സൈൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ടേം അതാണ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ പോയിന്റ് നോട്ട് ചെയ്യുക. എപ്പോഴും ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അടുത്ത പോയിന്റ് ഫോർ റെക്ടിലീനിയർ മോഷൻ. റെക്ടിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ തന്നെ. സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ വേറൊരു പേരാണ് ഇത് റെക്ടിലീനിയർ മോഷൻ. എലോങ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. എലോങ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? ഒന്നുകിൽ പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മളെ ഫസ്റ്റ് കേസ് ഒന്ന് നോക്കുക. ഫസ്റ്റ് ഫിഗർ, ഏറ്റവും ടോപ്പിലെ ഫിഗർ, റൈറ്റ് ടോപ്പിലെ ഫിഗർ, എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലെ? ഇത് ഏത് മോഷനാണ്? റെക്ടിലീനിയർ മോഷനാണ്. റെക്ടിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ്. എലോങ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ ആണ്. ഏത് ഡയറക്ഷൻ ആണ് ഈ കേസിൽ? പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ നമ്മളെ പോയിന്റ് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്റ്റൻസ് എപ്പോഴും ഏതിന് തുല്യമായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ ഈ സിറ്റുവേഷൻ ഒന്ന് നോക്കൂ. ടോപ്പ് ഫിഗറിൽ റൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? 3 ആണ്. ഇവിടെ ഈ പ്ലസ് എന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഡയറക്ഷൻ. അപ്പൊ ഈ 3 ആണ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നിങ്ങളെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടിയോ? റേസർ അയച്ചു തന്നോ? അയച്ചു തന്നു അല്ലെ? അതില് നിങ്ങൾക്ക് കാണാം കുറെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാം. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ ബോർഡ് എക്സാമില് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോ 2009 മുതൽ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഈ 2020 ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളൂ. അത് നമ്മൾ ആഡ് ചെയ്ത് തരും, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതില് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കണം. ഇനി അഥവാ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇത് ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പൊ അത് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തു നോക്കണം. ഇനി അഥവാ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നോക്കുക. ഇനി ഞാനിവിടെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വേണ്ടി പറയാണ്. ഒരു പ്രോബ്ലം ശ്രദ്ധിക്കാം. ഈ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? ഉണ്ടോ? എ കാർ ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ് ചെയ്തിരുന്നോ? ഇല്ല സർ. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് പെട്ടെന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒക്കെ നോട്ട്സിലുണ്ട്, ഞാൻ തന്ന നോട്ട്സിലുണ്ട്. അപ്പൊ അതൊന്നും നോക്കണ്ട. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. A car is moving along the circumference of a circle of radius r. What is the distance traveled in one revolution? 2 pi r. Good. ആരാണ് പറഞ്ഞ ആൻസർ? പേര് പറയടാ, ഓർക്കണേ. ഗുഡ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും കൂടി ഒന്ന് പറഞ്ഞേ. 0. ഗുഡ്. അപ്പൊ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കണേ. എ കാർ ഈസ് മൂവിങ് അലോങ് ദ സർക്കംഫറൻസ്. സർക്കംഫറൻസ് പറഞ്ഞാൽ ചുറ്റളവ് അല്ലെ? ഓഫ് എ സർക്കിൾ. അപ്പൊ ഒരു സർക്കുലാർ പാത്തിലൂടെ ഒരു കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. അപ്പൊ ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ സർക്കുലാർ പാത്തിലൂടെ കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 റിവല്യൂഷൻ. 1 റിവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റൽ. നമ്മൾ സർക്കുലാർ പാത്ത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ചുറ്റാം അല്ലെ? അപ്പൊ ഒരു ചുറ്റലില് കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഒരു ചുറ്റൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു ചുറ്റൽ നോക്കുക. ഇപ്പൊ ഞാനൊരു പോയിന്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സർക്കുലാർ പാത്തിലൂടെ ട്രാവൽ ചെയ്ത് തിരിച്ച് ആ പോയിന്റിൽ തന്നെ എത്തുക. ഇതാണ് ഒരു ചുറ്റൽ. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും എന്താണ്? സെയിം ആണ്.
അല്ലെ? സപ്പോസ് ഈ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. എത്രയാ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് തന്നിട്ടുള്ളത്? 6 ആണ്. അല്ലേ? അപ്പൊ ഇവിടെ നോക്കുക, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണ് ഒരു ചുറ്റലാകുമ്പോ. അപ്പൊ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും? ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ് അല്ലെ? അപ്പൊ ഈ ചുറ്റളവ് എത്രയാ വരിക? ഡിസ്റ്റൻസ് ഈക്വൽ ടു 2πr. എല്ലാവർക്കും അറിയില്ലേ? സർക്കിളിന്റെ ചുറ്റളവ് എത്രയാണ്? 2πr ആണ്. ഇനി നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? x2 - x1 അല്ലെ? അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ് പറയാ. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ആണ്. ബട്ട് ഇവിടെ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും ഒക്കെ ഒരു പോയിന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? 0 ആണ് വരിക. അപ്പൊ ഇത് നേരത്തെ ബോർഡ് എക്സാമിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഉണ്ടോ മിന്ന? അപ്പൊ ഇനി നോക്കുക, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് യൂണിഫോം മോഷനാണ്. ശ്രദ്ധിക്കാം, യൂണിഫോം മോഷൻ. അപ്പൊ ഈ യൂണിഫോം എന്നുള്ള ടേം നിങ്ങൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നതാണ് അല്ലെ? നമ്മൾ തന്നെ പറയാറുണ്ട് ചിലപ്പോൾ ഒരു യൂണിഫോമിറ്റി വേണം. അപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു യൂണിഫോം ഉണ്ട് അല്ലേ? +2 പോകുമ്പോ, പണ്ട് +2 യൂണിഫോം ഇല്ലായിരുന്നു, ഒക്കെ കളർഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പോ +2 യൂണിഫോം വന്ന് ഡിഗ്രിയില് അല്ലെ, ഡിഗ്രി ലെവലിൽ വരെ യൂണിഫോം വന്ന് അല്ലെ? നമ്മളൊരു സിസ്റ്റം വന്ന്. പണ്ട് അത്രത്തോളം സിസ്റ്റം ഇല്ലായിരുന്നു. സോ വെദർ യു ലൈക്ക് യൂണിഫോം ഓർ നോട്ട്? കുറച്ച് ഇഷ്ടമാണ് സർ. കുറച്ച് ഇഷ്ടമാണ് അല്ലേ? ബട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്ന് കളർഫുൾ ആകാൻ തോന്നും അല്ലേ? നമ്മളെ നാച്ചറാണ്. ഓക്കെ, അപ്പൊ നോക്കുക, യൂണിഫോം മോഷനെ കുറിച്ച് നമ്മൾ പറയുന്നത്. നമ്മളെ ക്ലോത്തിന്റെ യൂണിഫോം അല്ല പറയുന്നത് അല്ലേ? ഏതിന്റെ ഏത് മോഷനാ പറയുന്നത്? യൂണിഫോം മോഷനെ കുറിച്ചിട്ടാ പറയുന്നത്. അപ്പൊ എന്താ യൂണിഫോം മോഷൻ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, ആദ്യം നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയാം. എന്താ സ്റ്റേറ്റ്മെന്റ്? ഒരു വസ്തു അല്ലെ, ഒബ്ജക്ട് മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുക. ആൻഡ് കവർ ചെയ്യാനാല് ട്രാവൽ ചെയ്യുക ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ ആ വസ്തു നമുക്ക് യൂണിഫോം മോഷനിലാന്ന് പറയാം. അതായത് ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കണം, അതേപോലെ അത് ഈക്വൽ ടൈം ഇന്റർവെല്ലില് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ വസ്തുവിനെ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, ശ്രദ്ധിക്കാം. അപ്പൊ ഇത് നിങ്ങൾ പറഞ്ഞാൽ മതി യൂണിഫോം മോഷൻ ആണോ അല്ലേ എന്ന്. അപ്പൊ ഞാൻ എടുക്കുന്ന എക്സാമ്പിള്, ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് ഞാൻ എടുക്കുന്നത്, പോസിറ്റീവ് എക്സ് ആക്സിസ്. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം 0 ആയപ്പോൾ, അതായത് നമ്മളെ സ്റ്റാർട്ടിങ് ടൈം, നമ്മളൊരു എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണെങ്കിൽ ആ 11 മണി നമ്മൾ എടുക്കുക 0 ആയിട്ടാണ് സ്റ്റാർട്ടിങ് ടൈം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് ടൈമിലെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ നോക്കിയപ്പോൾ, ടാബുലാർ കോളം നോക്കുക, പൊസിഷൻ നോക്കിയപ്പോൾ 0 ആണ്. ടൈം 2 സെക്കൻഡ് ആയപ്പോ പൊസിഷൻ നോക്കിയപ്പോ 4 മീറ്റർ ആണ്. ടൈം 3 സെക്കൻഡ് ആയപ്പോ 4 സെക്കൻഡ് ആയപ്പോ എക്സ് കോർഡിനേറ്റ് നോക്കിയപ്പോ 8 ആണ്. 6 സെക്കൻഡ് ആയപ്പോ എക്സ് കോർഡിനേറ്റ് നോക്കിയപ്പോ 12 ആണ്. 8 സെക്കൻഡ് ആയപ്പോ എക്സ് കോർഡിനേറ്റ് നോക്കിയപ്പോ 16 ആണ്. അപ്പൊ ഇനി നോക്കുക, നിങ്ങൾക്ക് പറയാൻ പറ്റും വെദർ ഇറ്റ് ഈസ് യൂണിഫോം ഓർ നോട്ട്. എന്താ യൂണിഫോം മോഷന്റെ ക്രൈറ്റീരിയ? ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കണം, അതേപോലെ ഇറ്റ് കവർ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അങ്ങനെയാണെങ്കിൽ അത് യൂണിഫോം മോഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് യൂണിഫോം ആണോ അല്ലേ എന്ന്?
യൂണിഫോം മോഷൻ ആണ് അല്ലേ? അപ്പൊ ഞാൻ ആ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാ യൂണിഫോം ആയത്. അപ്പൊ ഞാൻ ആദ്യത്തെ ടൈം ഇന്റർവെൽ എടുക്കാം. 0 to 2 എത്രയാ ടൈം? 2 അല്ലേ? ആ ടൈം ഇന്റർവെല്ലില് ഈ വസ്തു സഞ്ചരിച്ച ദൂരം എത്രയാ? 0 to 4 അല്ലേ? അടുത്ത ടൈം ഇന്റർവെൽ എടുക്കാം. 2 to 4 എത്രയാ? 2. ഇതില് സഞ്ചരിച്ച ദൂരം എത്രയാ? 4 അല്ലേ? അടുത്ത ടൈം ഇന്റർവെല് 4 to 6 സഞ്ചരിച്ച ദൂരം 8 to 12. അടുത്തത് 6 to 8 2 അല്ലേ? സഞ്ചരിച്ച ദൂരം 12 to 16 അല്ലേ? അപ്പൊ നോക്കുക, നിങ്ങൾ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം അല്ലേ? 2 സെക്കൻഡില് എല്ലാ സിറ്റുവേഷനിലും ട്രാവൽ ചെയ്ത ദൂരം എത്രയാണ്? 4 മീറ്റർ ആണ്. അപ്പൊ എങ്ങനെയാ? ഈക്വൽ ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പൊ ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഒരു യൂണിഫോം മോഷന് എക്സാമ്പിൾ ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇത് നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് യൂണിഫോം ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ വേറൊരു മോഷൻ എടുത്തു. ഒബ്ജക്റ്റ് ടൈം 0 ആയപ്പോ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒറിജിനൽ 2 സെക്കൻഡ് ആയപ്പോ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 5 ആണ്. 4 സെക്കൻഡ് ആയപ്പോ 10 ആണ് അല്ലേ? 6 സെക്കൻഡ് ആയപ്പോ 14 ആണ്. 8 സെക്കൻഡ് ആയപ്പോ 16 ആണ്. സോ വെദർ ഇറ്റ് ഈസ് യൂണിഫോം മോഷൻ ആണോ? അല്ല. കാരണം ഇല്ല സർ. ആദ്യത്തെ 2 മിനിറ്റിൽ ഓക്കെ എത്രയാ? 5 മീറ്റർ ആണ്. രണ്ടാമത്തെ 2 മിനിറ്റിലും 5 ആണ്. പക്ഷെ അവിടുന്ന് അങ്ങോട്ട് 4 മീറ്റർ ആണ് ട്രാവൽ. അടുത്തത് അപ്പൊ ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ആണോ? അല്ല. അപ്പൊ ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഒരു നോൺ യൂണിഫോം മോഷൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? യൂണിഫോം മോഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് പറയേണ്ടത് ആവറേജ് വെലോസിറ്റി ആണ്. അപ്പൊ നിങ്ങള് 9ാം ക്ലാസ്സിൽ വെലോസിറ്റി പഠിച്ചിട്ടുണ്ട്. ഒറ്റ വെലോസിറ്റിയെ പഠിച്ചിട്ടുള്ളൂ. വെലോസിറ്റി എന്താന്നുള്ള ഒരു ടേം മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അതേസമയം 11ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ മൈക്ക് ഓഫ് ആക്കുക കേട്ടോ. അതേസമയം നമ്മൾ 11ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി 2 ടൈപ്പ് വെലോസിറ്റി പഠിക്കുന്നുണ്ട്. ഒന്ന് ആവറേജ് വെലോസിറ്റിയും രണ്ടാമത്തത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. 2 ടൈപ്പ് വെലോസിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. കേട്ടോ ഗൗരി, മൈക്ക് ഓഫ് ആക്കി വെക്കുക കേട്ടോ. സംശയം ഉണ്ടാകുമ്പോൾ മാത്രം ഓൺ ആക്കുക, ചോദിക്കുക. ഓക്കെ, ആവറേജ് വെലോസിറ്റി 2 ടൈപ്പ് വെലോസിറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആവറേജ് വെലോസിറ്റിയും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഉണ്ട്. ആവറേജ് വെലോസിറ്റി നിങ്ങൾ നേരത്തെ പഠിച്ച അതേ രൂപം തന്നെ, കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എന്താ ആവറേജ് വെലോസിറ്റി? സാധാരണ നമ്മൾ പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, അപ്പൊ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ്. ആ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈമാണ് പറയാ കേട്ടോ. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ചെയ്യുക അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, അതാണ് ഇത് ആവറേജ് വെലോസിറ്റി. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഏതാ? നമ്മൾ നേരത്തെ പഠിച്ചു, x2 minus x1. അല്ലേ? അതിനെടുത്ത ടൈമിന് നമ്മൾ എങ്ങനെ എഴുതാ? t2 മൈനസ് t1. അപ്പൊ ഇവിടെ നോക്കുക, ശ്രദ്ധിക്കുക. ഇഫ് x1 ആൻഡ് x2 ആർ ദ പൊസിഷൻസ് ഓഫ് ആൻ ഒബ്ജെക്ട് at time t1 and t2, അതായത് ഒരു വസ്തു ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കാം. ടൈം t1 ആയപ്പോ വസ്തുവിന്റെ പൊസിഷൻ ഏതാണ്? x1 ആണ്. ടൈം t2 ആയപ്പോ വസ്തുവിന്റെ പൊസിഷൻ ഏതാണ്? x2 ആണ്. അങ്ങനെയാണെങ്കിൽ then average velocity from t1 to t2, ഈ സമയത്തുള്ള ആവറേജ് വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഏതാ ഇക്വേഷൻ വരിക? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? x2 മൈനസ് x1. ടൈം ഏതാ വരിക? അതിനെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ t2 മൈനസ് t1. എക്സാമ്പിൾ, 11 മണിക്ക് ഞാനൊരു എക്സ്പെരിമെന്റ് ഇങ്ങനെ കണ്ടക്ട് ചെയ്യാണ്. ഒരു വസ്തു ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുക. 11 മണിക്ക് ഞാൻ നോക്കിയപ്പോ
വസ്തുവിന്റെ പൊസിഷൻ x1 ആണ്. 12 മണിക്ക് നോക്കിയപ്പോൾ x2 ആണ്. അപ്പൊ ടൈം എത്രയാ വരിക? ടൈം ഇന്റർവെൽ എത്രയാ വരിക? 2 - 11 1 hour. 1 hour അല്ലേ? അതാണ് നമ്മൾ എഴുതിയത് t2 - t1. ഇനി ആവറേജ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യാനുള്ള സിമ്പൽ ശ്രദ്ധിക്കുക. ആവറേജ് വെലോസിറ്റി റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണ്? v എന്നുള്ള സിമ്പൽ ഇടുക, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ബാർ വരയ്ക്കുക. അപ്പൊ ഇതാണ് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ മീൻ വെലോസിറ്റി എന്നൊക്കെ പറയാം. വെലോസിറ്റിയുടെ മലയാളം എന്തായിരുന്നു? പ്രവേഗം അല്ലേ? Yes or no? Yes. Okay. ഇനി ശ്രദ്ധിക്കുക, x2 - x1 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ. അതേപോലെ t2 - t1 വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ ടി എന്ന് എഴുതാം. അതിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല, നമുക്ക് ഈ രൂപത്തിൽ എഴുതാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ x2 - x1 ഡെൽറ്റ എക്സ് എന്ന് എഴുതാം, t2 - t1 ഡെൽറ്റ ടി എന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ആൻസർ. ശ്രദ്ധിക്കാം, ഒരു വസ്തു എക്സ് ആക്സിസിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാം. ഒരു വസ്തു എക്സ് ആക്സിസിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാം. ഓക്കെ, ട്രാവൽ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ട്രാവൽ ചെയ്യുന്നത് 1 നിന്ന് 3 എ നിന്ന് ബിയിലേക്ക്. എയിലെത്തുമ്പോൾ ഉള്ള സമയം 11 മണിയാണ്. ബിയിലെത്തിയപ്പോൾ ഉള്ള ടൈം 11 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആവറേജ് വെലോസിറ്റി എത്രയാണ്? നമ്മളെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യാൻ, അതായത് 1 നിന്ന് 3 ട്രാവൽ ചെയ്യാൻ. ഇത് മീറ്ററിലാണ് കൊടുത്തത് കേട്ടോ. ഈ ഡിസ്റ്റൻസ് കൊടുത്തത് മീറ്ററിലാണ്. 11 മണിക്ക് ഒബ്ജക്റ്റ് ഉള്ളത് എയിലാണ്. 11 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒബ്ജക്റ്റ് എവിടെയാണുള്ളത്? ബിയിലാണ്. അപ്പൊ ഇവിടെ ആവറേജ് വെലോസിറ്റി ഒന്ന് പറയൂ. 2/1. 2 units per minute. അപ്പൊ നോക്കുക, ഏതാ നമ്മളെ ഇക്വേഷൻ? x2 - x1 അല്ലെ? അപ്പൊ 3 - 1 ഡിവൈഡഡ് ബൈ t2 - t1. അപ്പൊ ഏതാ? 11.1 - 11 അല്ലെ? അപ്പൊ ഇത് നോക്കിയാൽ ഇത് എത്രയാ വരിക? 3 - 1 2 മീറ്റർ ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ ഇത് എത്രയാ? 1 മിനിറ്റ് ആണ്. മിനിറ്റ് യൂണിറ്റ് ആണോ? സർ മിനിറ്റ് സെക്കൻഡ്സ് ആക്കണ്ട. സെക്കൻഡ്സ് ആക്കണം. മിനിറ്റ് SI യൂണിറ്റ് അല്ല, ആണോ? അല്ല. അല്ല, അപ്പൊ 2 SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ 2 മീറ്റർ ബൈ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡ് ആണ്. അപ്പൊ ഇത് വരിക 1/30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കാണേണ്ടത്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാം? x2 - x1. ടൈം നമുക്ക് എങ്ങനെ എഴുതാം? t2 - t1. ഓക്കെ അല്ലേ? അല്ലേ? ഇനി Okay, sir. ഇനി നമുക്ക് പറയേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും കൂടി പറയാനുണ്ട്. അത് നമ്മൾ പിന്നീട് പറയാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആവറേജ് സ്പീഡും കൂടി പറയാണ്. ശ്രദ്ധിക്കാം, ആവറേജ് സ്പീഡ്. അപ്പൊ നമ്മൾ പഠിച്ചത് ആവറേജ് വെലോസിറ്റി. ഇനി പറയേണ്ടത് ഏതാണ്? ആവറേജ് സ്പീഡാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താ ചെറിയ വ്യത്യാസം? നേരത്തെ നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, ബട്ട് ഇവിടേക്ക് എത്തുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം. ഇതാണ് ഇത് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് ഏതാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റിയോ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇനി നമ്മൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, ആവറേജ് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ആവറേജ് വെലോസിറ്റി ഏതൊക്കെ ആവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആകാം, സീറോ ആവാം.
എന്തുകൊണ്ടാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതേസമയം ആവറേജ് സ്പീഡ് പോസിറ്റീവ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ആവറേജ് സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ബട്ട് ആവറേജ് വെലോസിറ്റി ഏതൊക്കെയാവാം? പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ സീറോ ആവാം. ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ആവറേജ് Displacement. Average speed distance. ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസും അല്ലേ? എന്താ അതിന്റെ കാരണം? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് ടൈം നെഗറ്റീവ് ആവുമോ? No. ടൈം നെവർ ബി നെഗറ്റീവ് അല്ലേ? ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. സമയം നമുക്ക് നഷ്ടപ്പെട്ട സമയം തന്നെ അല്ലേ? ലോക്ക്ഡൌണിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം അല്ലേ? ഒരുപാട് ടൈം നമുക്ക് സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു ടൈം അല്ലെ കുറച്ച് നഷ്ടപ്പെട്ടു അല്ലെ? പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടില്ല, കുറച്ചു അല്ലെ? ബട്ട് അത് നിങ്ങൾ ഓൺലൈനിൽ എന്ത് ചെയ്യണം? കവർ ചെയ്യാൻ പറ്റണം. നഷ്ടപ്പെടാൻ പാടില്ല. കാരണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ടൈമിന്റെ കഥ അങ്ങനെയാണ് അല്ലേ? അപ്പൊ നോക്കുക, ആവറേജ് വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. എന്താ അതിന്റെ കാരണം? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, സീറോ ആകാം. അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റിയും പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, സീറോ ആകാം. ക്ലിയർ അല്ലേ? ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? Direction. അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. സ്പീഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. എന്തുകൊണ്ടായിരിക്കും? Sir, അവിടെ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ആവറേജ് സ്പീഡും എപ്പോഴും പോസിറ്റീവ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യണം. നേരത്തെ ബോർഡ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ബട്ട് നിങ്ങളെ അത്ര സിമ്പിൾ ആയിരിക്കില്ല, എങ്കിലും നിങ്ങൾ ചെയ്താൽ കിട്ടും. പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. എ കാർ കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h. KMPH. KMPH എന്ന് പറഞ്ഞാൽ ഏതാണ്? കിലോമീറ്റർ പെർ ഹവർ ആണ് കേട്ടോ. ദ സെക്കൻഡ് ഹാഫ് അറ്റ് എ 60 km/h ആണ് കേട്ടോ. KMPH ആണ്, സിമ്പിൾ മാറിപ്പോയില്ല അവിടെ. കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാറിന്റെ ആവറേജ് സ്പീഡാണ്. ആൻസർ വരിക 48 km/h ആണ്. അപ്പൊ നിങ്ങൾ കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെന്നില്ല, വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. പ്രോബ്ലം എല്ലാവരും വായിച്ചില്ലേ? അപ്പൊ ഇനി നോക്കുക, ഈ പ്രോബ്ലം ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തരാം, ഇനി നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നോക്കുക, ഒരു വസ്തു അല്ലെ, ഒരു കാറ്, അതിന്റെ ഫസ്റ്റ് ഹാഫ് ട്രാവൽ ചെയ്യുന്നത് 40 km/h ആണ്. അപ്പൊ കാറ് ട്രാവൽ ചെയ്യുന്നത് എ എന്ന് ബിയിലേക്കാന്ന് വിചാരിക്കാം. അപ്പൊ ഇതിന്റെ സെന്റർ ഞാൻ സി എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ഫസ്റ്റ് ഹാഫിന്റെ ദൂരം ഡിസ്റ്റൻസ് ഞാൻ എസ് എന്ന് കൊടുക്കുക. അപ്പൊ ഈ രണ്ടാമത്തെ ഹാഫ് എത്രയാ ദൂരം വരിക? എസ് തന്നെ അല്ലേ? S2 കൊടുക്കണം നമ്മള്. കാരണം ഒരു പാത്ത് നമ്മൾ രണ്ടായിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യല്ലേ, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, അങ്ങനെയല്ലേ പ്രോബ്ലത്തിൽ പറഞ്ഞത്? നോക്കൂ, പ്രോബ്ലത്തിൽ പറഞ്ഞത് നോക്കുക, ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്. കറക്റ്റ്? അപ്പൊ ഫസ്റ്റ് ഹാഫ് നേരെ പകുതി എസ് കൊടുത്താൽ അതിന്റെ ബാക്കി ഏത് തന്നെ വരിക? എസ് എന്നാണ് അല്ലെ? ഫസ്റ്റ് ഹാഫ് ട്രാവൽ ചെയ്ത ദൂരം ഏത്? ഫസ്റ്റ് ഹാഫ് ട്രാവൽ ചെയ്ത ഏത് സ്പീഡിലാണ്? 40 km/h അല്ലെ? സെക്കൻഡ് ഹാഫ് ട്രാവൽ ചെയ്തതോ 48 km/h. 60 അല്ലേ? 60 km/h. ഓക്കെ അല്ലേ? അല്ലെ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡാണ് അല്ലെ? ആവറേജ് സ്പീഡാണ്.
ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇക്വേഷൻ ഏതായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലേ? കറക്റ്റ്. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഏതാ വരിക? എസ് പ്ലസ് എസ് അല്ലെ? 2s. Am I correct? ടോട്ടൽ ടൈം ഫസ്റ്റ് ഹാഫിന് എടുത്ത ടൈം ഞാൻ T1 കൊടുക്കാം. സെക്കൻഡ് ഹാഫ് ട്രാവൽ ചെയ്യാൻ എടുത്ത ടൈം T2 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഏതാ വരിക? T1 പ്ലസ് T2. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? അല്ലേ? ഇനി നോക്കുക. അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് എസ് എത്രയാ വരിക? 2s അല്ലേ? അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ 2s ഡിവൈഡഡ് ബൈ ഇനി ടൈമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണേ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ബൈ ടൈം എനിക്കിവിടെ എഴുതാം അല്ലേ? അപ്പൊ ഈ ടൈം എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ഇൻടു സ്പീഡ്. ഇങ്ങനെ എനിക്കിവിടെ ഓക്കെ. അപ്പൊ ഇവിടെ T1 നമുക്ക് എങ്ങനെ എഴുതാൻ പറയൂ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഫസ്റ്റ് ഹാഫ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഏതാണ്? എസ് അല്ലെ? സ്പീഡ് ഏതാണ്? 40 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? T1 equal to s by 40. s by 40 അല്ലേ? അപ്പൊ ഇവിടെ s by 40 പ്ലസ് അല്ലേ? രണ്ടാമത്തെ കേസോ പറയൂ? s by 60. x by 60. ക്ലിയർ അല്ലേ? ഇനി ഒന്നുമില്ല, ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. ഈ സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. 2s ബൈ ഡിനോമിനേറ്ററിൽ എസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ 1/40 പ്ലസ് 1/60 അല്ലേ? അപ്പൊ എസ് കട്ട് ചെയ്തു. കറക്റ്റ്. 2 ഡിവൈഡഡ് ബൈ പിന്നെ ഈ താഴെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 60 പ്ലസ് 40 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 40 ഇങ്ങനെ ഇരിക്കും ഇവിടെ അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ആൻസർ പറയാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പൊ 2 0 കട്ട് ചെയ്തു. അപ്പൊ 2 ഇൻറ്റു 4 24 24 ഇൻറ്റു 2 എത്രയാ? 48 കിലോമീറ്റർ പെർ അവർ. നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റുകയും ചെയ്യാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആകാത്തതുണ്ടോ? നേരത്തെ ബോർഡ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ബട്ട് ബോർഡ് എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോ പിന്നെ അതിനൊരു പാറ്റേൺ ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ഉണ്ടാവും, കൂടുതൽ ക്വസ്റ്റ്യൻ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, കുറച്ച് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആകാത്തതുണ്ടോ? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആകാത്തതുണ്ടോ? യെസ് സർ. എല്ലാവർക്കും ഓക്കെ അല്ലേ? റൈറ്റ് അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ല, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചത് ഏതാണ്? ഇപ്പൊ നമ്മൾ പഠിച്ചത് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും പഠിച്ചു. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി. ആ വെലോസിറ്റിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെയാണ് നമ്മൾ ചാപ്റ്ററിൽ വെലോസിറ്റി എന്ന് പറയാം. ഒരു എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ കാലിക്കറ്റ് നിന്ന് വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കാം
നിങ്ങൾ ഒരു കാറും എടുത്തിട്ട് സ്വന്തം കാറും എടുത്തിട്ട് കാലിക്കറ്റിൽ നിന്ന് വയനാട്ടിലേക്ക് പോവാണ്. നിങ്ങൾ കാലിക്കറ്റ് എത്തുന്നത് മുതൽ കാലിക്കറ്റ് മുതൽ വയനാട് എത്തുന്നത് വരെ ഒരേ വെലോസിറ്റിയിലാണോ പോവാ? അല്ല സർ. അല്ല അല്ലേ? ടൗൺ എത്തുമ്പോ എന്ത് ചെയ്യും? ഒന്ന് സ്ലോ ആവും, അപ്പൊ വെലോസിറ്റി കുറയും അല്ലേ? അതേസമയം ഓപ്പൺ ആയിട്ടുള്ള ഏരിയ എത്തുമ്പോ നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ റോഡിന്റെ അവസ്ഥയും കൂടി നോക്കണം. ചില ഭാഗത്ത് റോഡ് പറ്റ അബദ്ധമായിരിക്കും, അപ്പൊ നമ്മൾ വീണ്ടും വെലോസിറ്റി കുറയ്ക്കാം അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് ആവറേജ് വെലോസിറ്റിയാണ്, അതായത് കാലിക്കറ്റ് നിന്ന് വയനാട്ടിലേക്ക് എത്തുമ്പോൾ ആവറേജ് വെലോസിറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറയാനുള്ളത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി. അതായത് നിങ്ങൾ കാലിക്കറ്റ് നിന്ന് വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുന്നമംഗലം എത്തുമ്പോൾ എത്രയാ വെലോസിറ്റി, ആ ഒരു ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി അല്ലെ? താമരശ്ശേരി എത്തുമ്പോൾ എത്രയായി വെലോസിറ്റി, മുത്തങ്ങ എത്തുമ്പോൾ വയനാട് എത്തുമ്പോൾ എത്രയാ വെലോസിറ്റി അല്ലെ? അങ്ങനെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി, അതാണ് ഏത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ the velocity of an object at a particular instant is called instantaneous velocity. അതായത് നിങ്ങള് കാലിക്കറ്റിൽ നിന്ന് വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ 11 മണിക്കാണ് ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. 11:30 ആയപ്പോ നിങ്ങൾ കുന്നമംഗലത്തെത്തി. അപ്പൊ ഈ 11:30ക്ക് നിങ്ങൾ വെലോസിറ്റി ഏതാണോ അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആ സമയത്തുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. 11:45 നിങ്ങൾ കൊടുവള്ളി എത്തി, അപ്പൊ ആ സമയത്തുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ the velocity of an object at a particular instant is called instantaneous velocity. അപ്പൊ നോക്കുക, ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഏതാ നിങ്ങൾ പഠിച്ചത്? ഇപ്പൊ നമ്മൾ പഠിച്ചു ആവറേജ് വെലോസിറ്റി. Distance traveled by time. Displacement by time. ഓക്കെ, അതിനൊരു ഇക്വേഷൻ പഠിച്ചു. x2 minus x1 by t2 minus t1. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി പഠിച്ചില്ലേ? ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വെലോസിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് നമ്മൾ സാധാരണ സിമ്പിൾ തന്നെ വി ആണ് ഉപയോഗിക്കുക. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ വരിക dx by dt. ആവറേജ് വെലോസിറ്റി ഏതായിരുന്നു? delta t by delta x by delta t. But instantaneous velocity ഏതാ വരിക? dx by dt ആണ്. Instantaneous velocity ഏതാ വരിക? dx by dt ആണ്. അപ്പൊ ഈ d by dt നിങ്ങൾ നേരത്തെ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എവിടെയാ പഠിച്ചത്? ആദ്യം പറഞ്ഞ ഇക്വേഷൻ സർ. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് d by dt എന്നുള്ളത്, ഡിഫറൻഷിയേഷൻ അല്ലെ? അവിടെ നിങ്ങൾ പ്രധാനപ്പെട്ട 2-3 റിസൾട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നോക്കുക, ഇതാണ് നമുക്ക് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ഫിസിക്സിൽ വരുന്ന സിറ്റുവേഷൻ. ഫസ്റ്റ് ചാപ്റ്റർ മുതൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മാത്തമെറ്റിക്സ് ഒക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും, നമ്മൾ ആ ഫിസിക്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഒരു പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ പോവുകയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്ങനെ എഴുതുക? dx by dt ആണ്. ഒരു ഒബ്ജക്റ്റ് y ആക്സിസിലാണ് പോകുന്നതെങ്കിലോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്ങനെ എഴുതുക? dy by dt. y by dt. ഒരു ഒബ്ജക്റ്റ് z ആക്സിസിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിലോ dz by dt. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്യാം. അപ്പൊ ഈ പ്രോബ്ലം ഞാൻ താഴെ എഴുതാണ്. if the position of an object ഒരു വസ്തുവിന്റെ പൊസിഷൻ ഞാൻ എടുക്കുകയാണ്. if the position of an object is x equal to 3t square plus 4, what is the velocity of the object? വെലോസിറ്റി എന്ന് മാത്രമാണെങ്കിൽ അത് ഏത് വെലോസിറ്റിയാണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് കേട്ടോ. മറ്റേത് ആവറേജ് തന്നെ പറയും. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്? അപ്പൊ ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ നോക്കൂ നിങ്ങള്. ഒരു പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ ട്രാവൽ ചെയ്യാം.
അതിന്റെ പൊസിഷൻ തന്നിട്ടുണ്ട്. പൊസിഷൻ ഏതിന്റെ രൂപത്തിലാ തന്നത്? ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാ തന്നത് അല്ലേ? നിങ്ങളോട് കാണാൻ പറഞ്ഞത് പൊസിഷൻ തന്നത് ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ്. നിങ്ങളോട് കാണാൻ പറഞ്ഞത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് മാത്രമാണെങ്കിൽ അത് ഏത് വെലോസിറ്റിയാണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. ഏതാ ഇക്വേഷൻ? dx/dt ആണ്. പഠിച്ചില്ലേ? അപ്പൊ ഇനി വളരെ സിമ്പിൾ ആണ്. d/dt ഓഫ് എക്സിന്റെ വാല്യൂ കൊടുക്കാം. എക്സിന്റെ വാല്യൂ എത്രയാ? 3t² + 4 അല്ലേ? ഡിഫറൻഷിയേഷൻ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം പഠിച്ചതാണ്. ഇനി ആരെങ്കിലും പഠിക്കാത്തതുണ്ടെങ്കിൽ ആ ഫോർമുല നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ എനിബഡി കുഡ് യു ടെൽ മീ ദ ആൻസർ? ആർക്കെങ്കിലും ഒന്ന് ആൻസർ പറയാൻ പറ്റുമോ? 60 ആണ് ആൻസർ വരിക. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്സ്. എത്ര പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? ഓക്കെ, അപ്പൊ ഒരുപാട് പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ നിങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അല്ലേ? അപ്പൊ നോക്കാം. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ഡിഫറൻഷിയേഷനും ഡിഫറൻഷ്യൽ ഓപ്പറേഷനും ഒക്കെ. അപ്പൊ നോക്കുക, ഇതിനെ രണ്ട് ടേം ആയിട്ട് d/dt ഓഫ് 3t² അല്ലേ പ്ലസ് d/dt ഓഫ് 4. ഇനി നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് ആണ്. ഇത് ഏത് ഫോമിലാണ്? cx എന്നുള്ള ഫോർമുലാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് 3 ഇൻറ്റു, അതായത് c ഇൻറ്റു പിന്നെ ഏതാ nx⁻n−1. അപ്പൊ ഏതാ 2t⁻2−1 പഠിച്ചതാണ് നേരത്തെ ഫോർമുല. പ്ലസ് d/dt ഓഫ് 4. 4 എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, 0 ആണ് അല്ലേ? അപ്പൊ 3 ഇൻറ്റു 2 ഏതാണ്? 6 ആണ്. t⁻2−1 എന്ന് പറഞ്ഞാൽ t⁻1. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 60 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. അപ്പൊ നമ്മൾ പഠിച്ചത് ഏതാണ്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അല്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി വളരെ സിമ്പിൾ ആണ്. v = ഏതാണ്? dx/dt ആണ്. ഇനി നമുക്ക് പറയേണ്ടത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. അപ്പൊ നോക്കാം, ഈ ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സ്പീഡ് എന്ന് പറയാം. ശ്രദ്ധിക്കണേ, ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ തന്നെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയാം. അപ്പൊ നമ്മൾ പഠിച്ച 4 പാരാമീറ്റർ ഏതൊക്കെയാണ്? ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി പഠിക്കാൻ പോകുന്ന ഏതാണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെ തന്നെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയാം. അപ്പൊ ഈ പിക്ചർ നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാ? കാറിന്റെ സ്പീഡോമീറ്റർ. കാറിന്റെ സ്പീഡോമീറ്റർ അവിടെ തന്നെ ഉണ്ട്. സ്പീഡോമീറ്റർ സ്പീഡ് മെഷർ ചെയ്യുന്നതാണ്. കാരണം ഇത് വെലോസിറ്റി മെഷർ ചെയ്യോ. വെലോസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്ഷനും കൂടി വരും. സാധാരണ ഒരു കാറിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര നോർത്ത് ആണ് എത്ര സൗത്ത് ആണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഇങ്ങനെ പറയോ? കാറിൽ പറയോ? ഇല്ല. അതേസമയം എയറോപ്ലെയിനിലാണെങ്കിലോ അങ്ങനെ കാണിക്കും. വേറെ സ്ക്രീൻ ഉണ്ടാവും. നിങ്ങൾ എയറോപ്ലെയിന്റെ സ്ക്രീൻ പാഡ് എടുത്ത് നോക്കിയാൽ, നെറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത്ര നോർത്ത് ആണ് ഇത്ര സൗത്ത് ആണ് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയും. കപ്പലിന്റെ കേസിലും പറയും. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഇത്ര നോർത്ത് ആണ് ഇത്ര സൗത്ത് ആണ്. അപ്പൊ അവിടെ ഡയറക്ഷനും കൂടി പറയുന്നത്. പക്ഷെ നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോർത്തും സൗത്തും നോക്കി പോണോ? ഇപ്പൊ നിങ്ങള് കാലിക്കറ്റിൽ നിന്ന് താമരശ്ശേരിക്ക് ട്രാവൽ ചെയ്യാണ്. സാധാരണ നമ്മൾ കാലിക്കറ്റും താമരശ്ശേരിക്ക് പോകുമ്പോൾ ഇത്ര നോർത്ത് ഡിഗ്രി ഇത്ര സൗത്തിലാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്, അല്ലെ എത്ര ലാറ്റിറ്റ്യൂഡ് ആണ് ഇത്ര ലോഞ്ചിറ്റ്യൂഡ് ആണ്, ഇങ്ങനെ നോക്കിയിട്ട് ട്രാവൽ ചെയ്യോ? ഇല്ല. നമുക്ക് എന്ത് മാത്രം മതി? സ്പീഡ് മാത്രം മതി. അപ്പൊ നോക്കുക, അപ്പൊ ഇത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ. എന്താ? The speed of an object at a particular instant is called instantaneous speed. ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള സ്പീഡ്, അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ക്ലിയർ ആണോ?
അപ്പൊ നോക്കുക, ഒരു സ്പീഡോമീറ്റർ, കാറിന്റെ സ്പീഡോമീറ്റർ ഏതാ മെഷർ ചെയ്യാം? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാ അല്ലേ? ആ ഇൻസ്റ്റന്റിലുള്ള സ്പീഡാ മെഷർ ചെയ്യാം. അപ്പൊ നിങ്ങള് കാലിക്കറ്റ് നിന്ന് വയനാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുന്നമംഗലത്ത് എത്തിയപ്പോ ഭയങ്കര ട്രാഫിക് ജാം. അപ്പൊ നിങ്ങളെ സ്പീഡോമീറ്റർ ഏതിലേക്ക് വരും? സീറോന്റെ അടുത്തേക്ക് വരും അല്ലേ? അപ്പൊ ആ ഒരു ഇൻസ്റ്റന്റിലുള്ള സ്പീഡ്, നിങ്ങൾ ഈ ആക്സിലറേറ്റർ നന്നായിട്ട് കൊടുക്കുക എന്ന് വിചാരിക്കാം, നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്ഥലം. അപ്പൊ സ്പീഡോമീറ്റർ എന്ത് ചെയ്യാം? നന്നായിട്ട് പോകും. നമുക്ക് കേരളത്തിലെ റോഡിൽ എത്ര മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യാം? 85 അല്ലേ? അതിനേക്കാണെങ്കിൽ കൂടുതലൊക്കെ ട്രാവൽ ചെയ്യാം. ബട്ട് സേഫ് നല്ലത് എന്താണ്? ഒരു 60-80 ഒരു 60 വരെയുള്ള 50-60 സ്പീഡിൽ ട്രാവൽ ചെയ്യാണ് ഏറ്റവും സേഫ് അല്ലേ? നമ്മളെ കയ്യിൽ ഒരു ബൈക്ക് കിട്ടിയാല് അല്ലെ കാറ് കിട്ടിയാല് ഒരിക്കലും ഓവർ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പാടില്ല. കാരണം നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അല്ലെ, നമ്മളെ അശ്രദ്ധ കൊണ്ട് വേറൊരാൾക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പൊ എപ്പോഴും നമ്മളൊരു ആവറേജ് സ്പീഡിൽ തന്നെ ട്രാവൽ ചെയ്യണം. കറക്റ്റ്? അപ്പൊ ഏത് സ്പീഡിൽ ട്രാവൽ ചെയ്യണം? ഒരു 50 to 60 സ്പീഡിൽ തന്നെ ട്രാവൽ ചെയ്യും. ഇവിടെ സ്പീഡ് ഏതിലാണ് മെഷർ ചെയ്യുന്നത്? മീറ്റർ പെർ സെക്കൻഡിലാണോ? കിലോമീറ്റേഴ്സ് പെർ അവർ. പെർ അവറില ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇനി നോക്കുക, ഇനി നമുക്ക് പറയേണ്ട പോയിന്റ്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? മാഗ്നിറ്റ്യൂഡ് കണ്ടാൽ മതി. ഒരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലത്തില് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ 2 ഡയറക്ഷനേ ഉള്ളൂ. അപ്പൊ നോക്കുക, ഒരു പർട്ടിക്കുലർ മോഷനിൽ, അതായത് ഒരു കാർ ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ പോവാണ്. അപ്പൊ അതിന്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി തന്നു -20 മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്? അപ്പൊ എന്താ തന്നിട്ടുള്ളത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി തന്നിട്ടുണ്ട്. നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നമ്മളെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ്, കണ്ടില്ലേ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് ഏത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാണാം. എത്രയാ വരിക? 20 meters per second. എന്ന് പറഞ്ഞാൽ ഈ സൈൻ ഒഴിവാക്കുക, ബാക്കിയുള്ളത്. അപ്പൊ എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? ഇനി നമ്മളെ പോയിന്റുകൾ താഴെ നമുക്ക് കുറച്ച് പോയിന്റുകൾ ഉണ്ട്. നേരത്തെ ബോർഡ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കാണാം താഴെ. എന്താ ആ പ്രോബ്ലം നോക്കൂ. ബോർഡ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പ്രോബ്ലം? വാട്ട് ഡസ് ദ സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ? അല്ലേ? വാട്ട് ഡസ് ദ സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ? നേരത്തെ ബോർഡ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാ? നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ഓക്കെ അല്ലേ? വാട്ട് ഡസ് ദ സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ? ഏതാണ് ആൻസർ? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ക്ലിയർ? ഇനി നോക്കുക, ഇനി നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നോട്ട്. Speed is a scalar quantity while velocity is a vector quantity. എന്തുകൊണ്ടാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സർ, സ്പീഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്ത് മെഷർ ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ വേണം, ഡിസ്റ്റൻസിന് ഡയറക്ഷൻ വേണ്ട. വെരി ഗുഡ്. അപ്പൊ നോക്കുക, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് സ്കാലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? അതേപോലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്താ? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ടാണ് വെലോസിറ്റി എന്തായിട്ട് മാറിയത്? വെക്ടർ ക്വാണ്ടിറ്റിയും അതേപോലെ സ്പീഡ് എന്തുമായിട്ട് മാറിയത്? സ്കാലാർ ക്വാണ്ടിറ്റി. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ യൂണിറ്റ് ആണ് വേണ്ടത് അല്ലേ? സ്പീഡിന്റെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? വെലോസിറ്റിയുടേതോ? അതും മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പൊ സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും SI യൂണിറ്റ് ഏത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ഇനി മീറ്റർ പെർ സെക്കൻഡ് അല്ലാണ്ട് നമുക്ക് ഏത് ഉപയോഗിക്കാം? കിലോമീറ്റർ പെർ അവർ ഉപയോഗിക്കാം. ബട്ട് അത് SI യൂണിറ്റ് ആണോ? അല്ല. ഇനി ഒരു കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് എങ്ങനെയാ മാറ്റുക? Sir, 5/18 ഇൻഡു ചെയ്താൽ മതി സർ. ഓക്കെ, 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇല്ലേ, ഇൻഡു ചെയ്താൽ മതി. അപ്പൊ അതെങ്ങനെയാ കിട്ടുന്നത് നോക്കുക. 1 കിലോമീറ്റർ പെർ അവർ അല്ലേ, ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത 1 കിലോമീറ്റർ പെർ അവർ അല്ലേ. പറന്ന് പറഞ്ഞാൽ താഴെയാ വരിക കേട്ടോ അല്ലേ. മലയാളം മീഡിയം അറിയാത്തവർ ശ്രദ്ധിക്കുക. പെർ അവർ എന്ന് പറഞ്ഞാൽ അത് താഴെ ആകുന്നുണ്ട്. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ്. ബൈ 1 ഹവർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 3600. അല്ലേ? ഇനി 2 0 കട്ട് ചെയ്തു. പിന്നെ നമുക്കുള്ളത് ഏതാണ്? 10/36 മീറ്റർ പെർ സെക്കൻഡ്. 10/36 രണ്ടിലും 2 കോമൺ ആണ്. അപ്പൊ ഏതാ ബാക്കി വരിക? 5/18 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അപ്പൊ ഇതാണ് 1 കിലോമീറ്റർ പെർ അവർ. അപ്പൊ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നിങ്ങൾക്ക് കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത നമ്മളെ പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പൊ SI യൂണിറ്റ് ഏത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത പോയിന്റ്, ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡ് ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ഇത് ഏതുമായിട്ട് സ്റ്റെപ്പ് ചെയ്ത് വന്നതാണ്? ഏതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. നേരത്തെ പഠിച്ചില്ലേ? അതേപോലെ ആവറേജ് സ്പീഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. അതേസമയം ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ആണെങ്കിലോ, നമ്മൾ ഇവിടെ തൊട്ട് മുകളിൽ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. എന്താ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്? നോട്ടിന്റെ ഏറ്റവും മുകളിലുള്ള പോയിന്റ്, നോട്ടിന്റെ തൊട്ട് മുകളിലുള്ള പോയിന്റ് is equal to magnitude of instantaneous ഓക്കെ. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എങ്ങനെയാണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഓക്കെ, അതേസമയം ആവറേജ് സ്പീഡ് എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നോക്കുക, ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 2 ടേമുകൾ പറഞ്ഞു അല്ലേ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞത് നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള 4 പാരാമീറ്റർ, അതിൽ 2 നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാണ്? സ്പീഡും വെലോസിറ്റിയാണ് നിങ്ങൾ നേരത്തെ പഠിച്ചത്. 11ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിൽ ചെറിയൊരു മാറ്റവും കൂടി വന്നു. സ്പീഡ് തന്നെ 2 ടൈപ്പ് ആയിട്ട് മാറും. ഏതാണ്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഉണ്ട്, ആവറേജ് സ്പീഡും ഉണ്ട്. അതേപോലെ തന്നെ വെലോസിറ്റിയും 2 ടൈപ്പ് ആയിട്ട് മാറും. ആവറേജ് വെലോസിറ്റിയും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഉണ്ട്. ഇനി നമ്മൾ പറഞ്ഞത് ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ വളരെ ഈസിയാണ്. x2 - x1 /t2 - t1 അല്ലെ, അല്ലെങ്കിൽ Δx/Δt. അതേസമയം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പറയുമ്പോൾ ഏതാ വരിക? dx/dt ആണ് വരിക. ഇനി ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് വെച്ചിട്ട് നമ്മൾ ആ ചെയ്ത രൂപത്തിലുള്ള പ്രോബ്ലം 2 പ്രാവശ്യം ബോർഡ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ അല്ല, ആ ക്വസ്റ്റ്യന്റെ വേറൊരു പാറ്റേൺ, അത് നമ്മളെ മെറ്റീരിയൽ ഉണ്ട്, നിങ്ങൾക്ക് തന്ന നോട്ട്സിലുണ്ട്. അതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ കേട്ടോ. ആ ആവറേജ് സ്പീഡ് കണ്ടത് അതിന്റെ വേറൊരു പാറ്റേണിൽ ബോർഡ് എക്സാമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്ന നോട്ടിലുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാണാൻ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത 1-2 പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
സാറേ എന്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ അവർ പോകുന്നതിന് മുമ്പ്. ഓക്കെ ഓക്കെ സാർ. മക്കളെ, ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ നമ്പറും പേരും ക്ലാസ്സിൽ കയറും ഉണ്ടാവണം. ആദ്യം നമ്പർ ടൈപ്പ് ചെയ്യണം, സ്പേസ് ഇട്ടിട്ട് പേരില്ലാത്തവരെ ക്ലാസ്സിൽ ഇരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഒഴിവാക്കാതിരുന്നതാണ്. ഇന്നലെ ഇപ്പോൾ ഒരു റെഡ്മി ഉണ്ട്, ഒരു കൃപ ആന്റണിക്ക് നമ്പർ ഇല്ല, പിന്നെ കുറെ 3 പേർക്കില്ല. ഇൻ കേസ് ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ലീവ് ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്പർ അടിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കിട്ടും. അതില്ലാതെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇന്ന് റിമൂവ് ചെയ്യുന്നു. അടുത്ത ദിവസം മുതൽ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ സ്ഥാപനവുമായി ബന്ധപ്പെടുക, സ്ഥാപനത്തിലേക്ക് വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. അല്ലാതെ പെർമനന്റായി റിമൂവ് ചെയ്താൽ നിങ്ങളെ കയറ്റാനേ പറ്റൂല. പെർമനന്റ് അല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ കയറി വരാൻ പറ്റുന്നത്. പിന്നെ ഒരു ക്ലാസ്സിലും ഇരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ബുദ്ധിമുട്ട് വരും. അത് നിർബന്ധമായി അത് ചെയ്യണം. പിന്നെ അതുപോലെ ഇപ്പൊ സാർ എടുത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ റഫ് നോട്ടിൽ എഴുതിയ കൂടാതെ ക്ലാസ് കഴിഞ്ഞ് ഉടനെ പോയിട്ട് മറ്റൊരു നോട്ടിലേക്ക് എഴുതി പഠിക്കണം. തറോ ആയാലും നമുക്ക് അതിനപ്പുറം പോകാൻ പറ്റുള്ളൂ. +1 എന്ന് പറയുന്നത് 10ാം ക്ലാസ് പോലെയേ അല്ല. പിന്നെ നോക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. സാർ എടുക്കുന്ന ഇപ്പൊ മനസ്സിലായി, ഓക്കെ, പക്ഷെ അടുത്ത ക്ലാസ്സിലേക്ക് മനസ്സിലാവണം. ഇന്ന് തന്നെ വേറെ സാർ അങ്ങനെ വേണ്ടേ, നോട്ടിലേക്ക് എഴുതണ്ടേ വേണ്ടു? എഴുതണം, അവര് എന്തായാലും എഴുതണം. എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോ എല്ലാം മറന്നു പോകും. സാർ എടുക്കുന്ന മനസ്സിലാവുന്നുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നിറയണമെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ ചായ കുടിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ ഇതൊരു നോട്ടിലേക്ക് എഴുതിയിട്ട് പഠിക്കണം. ഓക്കെ സാർ, സാർ പറഞ്ഞു. ഓക്കെ ഓക്കെ സാർ. അപ്പൊ നിങ്ങളെ പിന്നെ സാറ് ഗിരീഷ് സാറ് സൂചിപ്പിച്ചത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ്. നിങ്ങളെ തുടക്കം നല്ല എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യണം. കാരണം നിങ്ങളെ ഒരു സ്റ്റെപ്പിൽ നിന്ന് വലിയൊരു സ്റ്റെപ്പിലേക്ക് മാറിയതാണ്. 10ാം ക്ലാസ് എന്നുള്ള ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്ന് 11ാം ക്ലാസ്സിലേക്ക് എന്നുള്ളത് വലിയ ഒരു സ്റ്റെപ്പിലേക്കാണ് മാറിയത്. അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. തുടക്കം നമ്മളെ ഏത് സിറ്റുവേഷൻ, നമ്മളൊരു പുതിയൊരു വസ്തു അല്ലെ, പുതിയൊരു വസ്തു, നമ്മളിപ്പോ ഒരു കാറിന്റെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയാൽ, പുതിയൊരു കാര്യം ചെയ്യാൻ പോയാൽ നമ്മൾ ആദ്യം തുടക്കത്തിൽ നല്ല എഫേർട്ട് വേണം. തുടക്കം നിങ്ങൾ ഒരു ആദ്യത്തെ 2-3 ചാപ്റ്റർ നന്നായിട്ട് എഴുതി പഠിക്കാം. അത് വേണം, എങ്കിലേ നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ട് പഠിക്കാൻ പറ്റും. ഇത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിന്റെ കണ്ടിന്യൂഷൻ ആണ് അടുത്ത ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ നന്നായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ മറന്നു പോകും. അപ്പൊ എഴുതി പഠിക്കുക തന്നെ വേണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലാത്തവര് ലീവ് ചെയ്യുക കേട്ടോ.